ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. അതിവിശിഷ്ടമായ മർത്യദേഹം നമുക്ക് തന്നിരിക്കുന്നു. അറ്റകുറ്റങ്ങളില്ലാത്ത ശരീര അവയവങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം അനുകൂലമായി തന്നിരിക്കുന്നു. ആരോഗ്യവും ആരോഗ്യത്തിനനുസൃതമായ സമ്പത്തും എല്ലാം തന്നാലും സർവേശ്വരനെ കുറിച്ച് നമുക്ക് ഒരറിവില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ പക്ഷി മൃഗാദികളെ പോലെയാണ്. ഒരു മനുഷ്യജന്മം സാർത്ഥകമാകുന്നത് തൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ തിരിച്ചറിയുമ്പോഴാണ്. ആ അറിവാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആ പരമാത്മാവിനെ തന്നെ നിരന്തരമായ വിഭാവനം ചെയ്യുക തന്നെ വേണം. തന്നു നീ മമ മർത്യജന്മമതിന്നു വേണ്ടതു സർവദാ, നിന്നിലെൻ്റെ മനം ലയിച്ചു വസിപ്പതൻ ഹരിഗോവിന്ദ. തന്നിടാതെ ഇരിക്കില സ്ഥിതി മർത്യജന്മമതും വിഭോ, പന്നിമാൻ പശുപക്ഷി ജന്മവും എന്തു ഭേദമുമാം സുതാ. തന്നു നീ മമ മർത്യജന്മമതിന്നു വേണ്ടതു സർവവും. മനുഷ്യജന്മം തന്നു, മനുഷ്യജന്മത്തിന് വേണ്ടതായി എല്ലാം തന്നു കഴിഞ്ഞു. പക്ഷേ ഒന്നു മാത്രം തന്നില്ല. എന്താണ്? തന്നു നീ മമ മർത്യജന്മമതിന്നു വേണ്ടതു സർവദാ, നിന്നിലെൻ്റെ മനം ലയിച്ചു. എല്ലാ സമയത്തും സർവദാ എപ്പോഴും അങ്ങയിൽ എൻ്റെ മനസ്സ് ലയിക്കുക എന്ന അവസ്ഥ മാത്രം തന്നില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും എന്താ പ്രയോജനം? എപ്പോഴും സർവേശ്വരനിൽ മനസ്സ് ലയിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം പന്നിമാൻ പശു, പന്നി മാൻ പശു എന്നിവരുടെ ജീവിതം നമ്മുടെ ജീവിതവും തമ്മിൽ എന്തൊരു വ്യത്യാസമാണുള്ളത് എന്നോർക്കുക. ഇതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മറന്നുകൊണ്ട് ഈ പ്രപഞ്ച വസ്തുക്കളിൽ മാത്രം ഭ്രമിച്ചു കഴിയുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ്. അവർ പക്ഷികളും മൃഗങ്ങൾക്കും സമാനമായി തന്നെ ഈ മർത്യദേഹം ഉപയോഗപ്പെടുത്തുന്നു. അതാണ് തന്നു നീ മമ മർത്യജന്മമതിന്നു വേണ്ടതു സർവദാ, നിന്നിലെൻ്റെ മനം ലയിച്ചു വസിപ്പതൻ ഹരിഗോവിന്ദ. തന്നിടാതെ ഇരിക്കില സ്ഥിതി മർത്യജന്മമതും വിഭോ, പന്നിമാൻ പശു പക്ഷി ജന്മവും എന്തു ഭേദമെന്നോർത്തിടൂ. പന്നിമാനും പന്നിയും മാനും പശുവും തമ്മിൽ, മനുഷ്യനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊന്നോർത്തു നോക്കൂ എന്ന്. ഇതെത്ര വലിയ സത്യത്തെയാണ് നമുക്ക് വിളിച്ച് ഓതിത്തരുന്നത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യർക്ക് തൻ്റെ സൃഷ്ടാവിലേക്ക് തിരിച്ചെത്താനും സൃഷ്ടാവിനെ അറിയാനും സാധിക്കുന്നു. മറ്റ് ജീവജാലങ്ങൾക്കൊന്നിനും അത് സാധ്യമല്ല. അത് ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം ഭ്രമിച്ചു കഴിയുന്നു. മനുഷ്യനും അപ്രകാരം തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് നമ്മോട് ചോദിക്കുന്നത്. ഇത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരുന്നതാണ്. ഹരേ